നിന്റെ എക്സ് വൈഫിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ വന്നപ്പോഴും പിന്നാലെ വന്നത് ഞാനാ. എന്നെ ഇവിടുന്ന് അപമാനിച്ച് ആട്ടി ഇറക്കി വിടുമ്പോ അത് നോക്കി നിൽക്കാൻ മനസ്സിന് ഒരുപാട് കട്ടി വേണം. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഡിയർ. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ വാ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഞാൻ കൃത്യസമയത്താണല്ലോ എത്തിയത്. ഇവിടേക്ക് നിന്നെ ആരും ക്ഷണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നത്? ദ ഗ്രേറ്റ് പൂർണിമയുടെ ബർത്ത്ഡേ ആഘോഷം നടക്കുമ്പോ ഇവിടെ കേറി വരാൻ ആരെങ്കിലും ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്യേണ്ടതല്ലേ? ഒരു ഗിഫ്റ്റും എനിക്ക് വേണ്ടെങ്കിലോ? ഓരോ വർഷവും നീ വിജയങ്ങൾ മാത്രം ആഘോഷിക്കുമ്പോ അതിന്റെ മറുവശത്ത് നിന്റെ പരാജയങ്ങളും കാത്തിരിക്കുന്നവരുണ്ട് പൂർണിമേ. ആ പരാജയങ്ങൾ നേരിട്ട് കാണാനും ആസ്വദിക്കാനും വേണ്ടിയാ ഞാൻ ഈ ഗിഫ്റ്റുമായിട്ട് വന്നത്. നീ ഇത് സ്വീകരിക്കണം. ഇതിനു മുമ്പ് നീ ഇവിടേക്ക് ഗിഫ്റ്റുമായിട്ട് വന്നപ്പോ ഞാനത് വാങ്ങി ഇവിടുത്തെ വേസ്റ്റ് ബിന്നിലായിട്ടത്. അത് കണ്ടിട്ട് നിനക്കൊരു തിരിച്ചറിവുണ്ടാവുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ വീണ്ടും ഒരു പൊതിയും പിടിച്ച് കയറി വരാൻ നിനക്ക് സാധിച്ചെങ്കിൽ നിന്റെ തൊലിക്കെട്ടി അത്രയ്ക്ക് അപാരമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തിനാ ഇങ്ങനെ നാണം കെട്ട് നടക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ നിന്റെ സ്വന്തം വില കളയുന്നത്? സ്വൽപ്പെങ്കിലും അന്തസ് ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങി പോടിയിടുന്നു. ഞാൻ പോവാം. പക്ഷേ എന്റെ ഒപ്പം ഞാൻ സഞ്ജയെയും കൊണ്ടുപോകും. അതോടെ നിന്റെ കുഞ്ഞ് വിഷമിക്കുകയും ചെയ്യും. ഇല്ല താരാ, ഞാനിപ്പോ വരില്ല. ഫോൺ ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞാണല്ലോ. ഇനി ഇതിന്റെ പേര് ജോലിന്ന് പിരിച്ചുവിട്ടാലും ഞാനത് കാര്യമാക്കില്ല. ഞാൻ സഞ്ജയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് സഞ്ജയ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ അങ്ങനെ ഒരു ഔദാര്യം എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേ വേണ്ട. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയി കൈപ്പറ്റിയതിന് എനിക്ക് തന്ന എഗ്രിമെന്റ് മതി കുറച്ച് വർഷങ്ങൾ നീ ജയിലിൽ കിടക്കാൻ. അത് മറന്നുകൊണ്ട് എന്റെ വാക്കുകളെ ധിക്കരിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? അടിമയായി ജീവിക്കുന്നതിലും നല്ലത് കുറച്ചുനാൾ ജയിലിൽ കിടക്കുന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചാ അതോടെ തീരുന്ന പ്രശ്നങ്ങൾ എനിക്കുള്ളൂ. അതുകൊണ്ട് എഗ്രിമെന്റിന്റെ പേരും പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താന്ന് കരുതണ്ട. നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ വരരുതെന്ന്. അത് പറയാൻ നീ ആരാ? നീ കാരണം പൂർണിമ ചേച്ചിക്ക് ഒരു വിഷമം വരാൻ ഈ വീട്ടിൽ ആരും കൂട്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട.
നിന്നോട് ഇറങ്ങി പോവാൻ പൂർണ്ണിമച്ച് പറഞ്ഞില്ലേ? വെറുതെ നിന്ന് സംസാരിക്കാതെ ഇറങ്ങി പോവാൻ നോക്കടി. നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ ആരാ അത് പറയാൻ? നീ കരുതും പോലെ ഈ വീട്ടിലെ എല്ലാവരും ഇവളെ സ്നേഹിക്കുന്നൊന്നുമില്ല. അതൊക്കെ വഴിയെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നിർത്തടി. ഇങ്ങോട്ട് പറയും. നീ ആരടി? നീ ആരെന്നാ നിന്റെ വിചാരം? ഇറങ്ങി പോവാൻ പറഞ്ഞ ഇറങ്ങി പൊക്കോണം. കേട്ടേ, കൂടുതൽ ഡയലോഗൊന്നും വിടല്ലേ. അവള് വന്നേക്കുന്നു. ശരി, ഞാൻ പോവാം. എന്നാ പിന്നെ ഇറങ്ങി പോ. ഡയലോഗടി. സഞ്ജയ്, ഇതിൽ കൂടുതൽ ഇവിടെ നാണം കെട്ട് നിൽക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ സഞ്ജയ്, നീ ഒരു ആപത്തിൽപ്പെട്ട് നിന്നപ്പോ നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവഗണിച്ച് നിന്നെ ഒറ്റയ്ക്കാക്കിയപ്പോ നിന്നെ തേടി വന്നത് ഞാൻ മാത്രമാണ്. നിന്റെ എക്സ് വൈഫിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ വന്നപ്പോഴും പിന്നാലെ വന്നത് ഞാനാ. എന്നെ ഇവിടുന്ന് അപമാനിച്ച് ആട്ടിയിറക്കി വിടുമ്പോ അത് നോക്കി നിൽക്കാൻ മനസ്സിന് ഒരുപാട് കട്ടി വേണം. ഹൃദയമില്ലാതാവണം. സാരില്ല, ഞാൻ പൊയ്ക്കോളാം. അയ്യോ 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 അമ്മേ, അയ്യോ എനിക്ക് വയ്യ. അയ്യോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സഞ്ജയ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? സഞ്ജയ് പ്ലീസ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ഞാൻ എഴഞ്ഞു പോവേണ്ടി വരും. അയ്യോ എനിക്ക് വയ്യേ. സഞ്ജയ് പ്ലീസ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? വാ എണീക്ക്. തുടരുതന്നെ. എന്നെ ആക്ഷേപിച്ചവരാരും എന്നെ തൊട്ടുപോകരുത്. സഞ്ജയ്, സഞ്ജയ് എന്റെ ജോലിക്കാരനാ. എനിക്ക് സഞ്ജയോട് പറയാൻ അധികാരവും അവകാശവും ഉണ്ട്.